ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണത് സൂപ്പർ ബോയ്സ് ഓഫ് മാലിഗാവ്. മഹാരാഷ്ട്രയിലുള്ള ഒരു കൊച്ചു ഗ്രാമമായ മാലിഗാവ്. ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള സിനിമ. ഇത് അതേപോലെ തന്നെയുള്ള 4 ഫ്രണ്ട്സിൻ്റെ സിനിമയാണ്. ഫ്രണ്ട് ഈസ് റൈറ്റ് എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു സിനിമ. സച്ച് എ ബിഗ് ബോണ്ടിങ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഇതിൻ്റെ മൂവി സ്റ്റാർട്ടിങ്ങിലുള്ളത് സിനിമ എന്ന് വെച്ചാൽ തിയേറ്റേഴ്സൊന്നും അധികം എത്താത്ത ഒരു കൊച്ചു ഗ്രാമം. അവിടെ VHS ടേപ്പ് വെച്ചിട്ട് തിയേറ്റർ ഉണ്ടാക്കി അത് പ്രദർശനം ചെയ്യുന്ന ഒരു ഏരിയ തന്നെ കാണിക്കും. ഈ സിനിമ എനിക്ക് റിലേറ്റീവ്ലി ഭയങ്കരമായിട്ട് കണക്റ്റായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രിങ്ങിങ് ആ ടീമിൽ ഞാനിതുപോലെ ഒത്തിരി ടേപ്സ് റെക്കോർഡ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ കാണിക്കുന്ന പോലെ തന്നെ ടൈം ലാഭിക്കാൻ വേണ്ടി പോസ് ചെയ്ത് രീതിയിലുള്ള കുറച്ച് എഡിറ്റ് ചെയ്ത് ഞാനും ലൈഫിൽ ആദ്യമായിട്ടുള്ള എഡിറ്റിംഗ് പരിപാടികൾ ആദ്യമായിട്ടുള്ള പ്രോസസ്സ് നടത്തിയിട്ടതും വീഡിയോ ടേപ്പിൽ തന്നെയായിരിക്കും. ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നീട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അവിടെ റൈഡ് വരികയും അത് കഴിഞ്ഞിട്ട് ഇവർ പല ടേപ്പുകളിൽ നിന്നുള്ള അവർക്ക് ഇഷ്ടമുള്ള സീനുകൾ വെച്ചിട്ട് സിനിമ ഉണ്ടാക്കിയ ആൾക്കാരെ കാണിക്കുകയും അതൊക്കെ ഭയങ്കര ഹിറ്റാവുകയും അതിനെ തുടർന്ന് അവിടെ പോലീസ് റെയ്ഡ് വരികയും ഇത് പൈറസിയാണെന്ന് പറഞ്ഞിട്ട് അത് നിർത്തുകയൊക്കെ ചെയ്യുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവർ സ്വന്തമായൊരു തീരുമാനമെടുക്കുകയാണ്. അവരൊരു സിനിമ ചെയ്താലോ എന്ന്. സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നു. ഇന്ത്യൻ സിനിമയിൽ ചരിത്രമായിട്ടുള്ള ഷോലെ, മാലിഗാവ് ഷോലെ എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അതിൻ്റെ കാസ്റ്റിംഗ് കോൾ നടത്തുന്നു. അതിൻ്റെ പരിപാടികളും മറ്റെല്ലാം മുന്നോട്ട് പോകുന്നു. അതിമനോഹരം. ഇതിൽ ഏറ്റവും വലിയൊരു വിഷമമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിനിമകളൊന്നും ഇവിടെ കൊമേഴ്ഷ്യലായിട്ട് ഹിറ്റാവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വലിയ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഇടയിൽ കിടന്ന് ബാറ്റിൽ ചെയ്ത് ഹിറ്റാവേണ്ട സിനിമകൾ. അതാലോചിക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി അധികം പാഷനറ്റ് ആയിട്ടുള്ളവരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, റൈറ്റർ എല്ലാവരും. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ തന്നെ എക്സൽ പ്രൊഡക്ഷൻ ഇൻ അസോസിയേഷൻ വിത്ത് ടൈഗർ ബേ അവർ ചെയ്തിരിക്കുന്നു. അതിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ സച്ച് എ റിയലിസ്റ്റിക് മൂവി. ഇവരെവിടെയോ ഒരു ക്യാമറ ഹൈഡ് ചെയ്തിട്ട് ഇവർ നല്ല രീതിയിലുള്ള ഈ സുഹൃത്തുക്കളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് എവിടെയോ വെച്ച് ഷൂട്ട് ചെയ്ത പോലെ തോന്നും. കാരണം അത്ര മനോഹരമായിട്ടാണ് എല്ലാവരും പെർഫോമൻസ്. എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തത്. പിന്നീട് ഈ പടം ഇത് പ്രോഗ്രസ് ചെയ്ത് അവർ സിനിമ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വരികയും പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ഫ്രണ്ട്ഷിപ്പിലുള്ള പോലെ തന്നെ ആഫ്റ്റർ യു ഇറ്റ്സ് ഗോൺ ബി മൈ ടേൺ എന്ന് പറഞ്ഞ രീതിയിൽ എല്ലാവരും ഡെഫിനറ്റ്ലി ലൈഫിൽ മുന്നേറുക എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ലല്ലോ നിൽക്കുന്നത്. പക്ഷേ ഒരാൾക്കൊരു ബ്രേക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ അയാൾക്കൊരു ബ്രേക്ക് വരുമ്പോഴത്തേനും അയാളുടെ ഇൻഡിവിജ്വൽ കാര്യം മാത്രം നോക്കി മുന്നേറുക എന്ന് പറഞ്ഞാണ് ജീവിതത്തിലുള്ളത്. പിന്നെ ബാക്കിയുള്ളവർ അവരുടേതായ വഴികൾ കണ്ടെത്തുക. പക്ഷെ ഇതിനകത്തുള്ള അവർ ഫ്രണ്ട്ഷിപ്പിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും ആ ഒരു പെയിൻ അനുഭവിക്കുന്നതും ഒരു പ്രണയവും ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇത് ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. ഹൈലി റെക്കമെൻഡഡ് സിനിമ. ഫോറിൻ സിനിമകളൊക്കെ പറയുന്ന പോലത്തെ രീതിയിൽ തന്നെ ഇത് ഹിന്ദി സിനിമയായ ചിത്രം നിങ്ങൾ കാണണം. പിന്നെ വേറൊരു കാര്യം, ഞാനിത് കണ്ടതിന് ശേഷം പിന്നീട് ഒന്നുകൂടി കുറച്ച് സീൻസ് കാണാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഇത് 8 ഭാഷകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ മലയാളത്തിലുണ്ട്. മലയാളത്തിൽ ഒന്ന് വെച്ച് നോക്കി കുറച്ച് സീൻസ് നോക്കിയപ്പോൾ അതിമനോഹരമായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു റീജിയനിൽ പ്ലേസ് ചെയ്ത് അത് ഡബ് ചെയ്തിട്ടുണ്ട്. അത് ഗംഭീര ഡബ്ബിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്കത് മലയാളത്തിലാണ് ആസ്വദിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തായാലും ഡെഫിനറ്റ്ലി കാണാം. നിങ്ങൾ കാണുന്നത് ആൻഡ് മേക്ക് യുവർ വീക്കെൻഡ് ഹാപ്പി. വീണ്ടും വേറൊരു സിനിമയായി വരുന്നതാണ്. താങ്ക് യു ഗൈസ്.